ചിരിക്കരുതേ. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റും. ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് വരാനുള്ളത് വഴി തന്നെ. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തി. എന്താ മക്കളെ ചാടിച്ചാടി എൻജോയ് ചെയ്താ കേട്ടോ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം. ചാടിച്ചാടി എൻജോയ് ചെയ്താ കേട്ടോ. ആ ശരി. ഇനിയുണ്ട് കാണിച്ചു തരാം. അയ്യോ മമ്മി, ഞങ്ങള് പോട്ടെ, ഒന്ന് പ്രസവിച്ചിട്ട് വരാം. മോനെ, ഇത് 5ാമത്തെ അല്ലേ, ഇതോടുകൂടി നിർത്തിക്കോളോട്ടാ. ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ഉള്ള പ്രോസസ് അല്ലേ മമ്മി? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. അയ്യോ മമ്മി, നമ്മുടെ അഖിലേട്ടൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടേന്ന്. വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ നിർത്തി അവമാനിക്കുവാണ്. അയ്യോടാ, നമ്മുടെ 5th ബേബി സോ ക്യൂട്ട്. അയ്യോടാ, കുറച്ച് ബിഗ് ബേബി ആണോ? ശരി, ബിഗ് ആണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് പ്രസവം വാസ് സോ എൻജോയബിൾ. ഓ എന്റെ ദിനേശ, നീ ഇത്ര ബോട്ടലായി പോയി. നമുക്ക് മമ്മീനെ വിളിച്ച് പറഞ്ഞാലോ? അതെ, മമ്മി ഉണ്ട്. ആ മമ്മി, ബേബി വന്നു. മമ്മി പെട്ടെന്ന് 2 കിലോ അരി എടുത്ത് വെക്കണേ, എനിക്കാണെങ്കിൽ അരി ഇടിക്കാൻ മുട്ടിയിട്ട് വയ്യ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.